ഗോവിന്ദനെതിരായ ഗൂഢാലോചന കേസിൽ സ്വപ്ന സുരേഷ് കണ്ണൂരിൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായി. തളിപ്പറമ്പ് CPM ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഹാജരായത്. പരാതിയിൽ ലഹള ഉണ്ടാക്കൽ അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഈ സ്വപ്നയ്ക്കെതിരായ കേസിൽ ലഹള, ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇന്നിപ്പോൾ സ്വപ്ന സുരേഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുള്ളത്. വിശദാംശങ്ങൾ. വിശേഷ MV ഗോവിന്ദനെതിരായ ഗൂഢാലോചന കേസിലാണ് സ്വപ്ന സുരേഷ് എന്ന പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുള്ളത്. അതായത് കണ്ണൂരിൽ അന്വേഷണ സംഘത്തിന് മുൻപിലാണ് സ്വപ്ന സുരേഷ് ഹാജരായത്. അതായത് സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു MV ഗോവിന്ദൻ തനിക്ക് പൈസ തന്നിരുന്നു. അതായത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ പൈസ തരാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വിജേഷ് പിള്ള എന്ന് പറയുന്ന ആളുടെ ഒരു ദൂതനായി വിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം MV ഗോവിന്ദൻ പറഞ്ഞതെന്നായിരുന്നു സ്വപ്ന സുരേഷ് അന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത്. എന്നാൽ ഇതിനൊക്കെ ഗണ്ണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ കോടതിയിൽ, തളിപ്പറമ്പ് കോടതിയിൽ ഒരു കേസ് നൽകുകയും ചെയ്തു. ആ ഒരു കേസ് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി പോലീസിൽ, അല്ലെങ്കിൽ തളിപ്പറമ്പ് പോലീസിൽ ഒരു പരാതി നൽകിയത്, ഒരു ഗൂഢാലോചന കേസ് നൽകിയത്. അതായത് സ്വപ്ന സുരേഷും വിജേഷും MV ഗോവിന്ദനെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന തരത്തിലുള്ള ഒരു കേസാണ് നൽകിയിരുന്നത്. അതിൽ വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന, കലാപ ആഹ്വാനം അടക്കമുള്ള കേസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് സ്വപ്ന സുരേഷിനെ പോലീസ് എവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്, അതായത് കണ്ണൂരിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. തളിപ്പറമ്പ് സ്റ്റേഷനിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്, സ്വപ്ന സുരേഷ് വരുമ്പോൾ അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പിന്നീട് കണ്ണൂരിലേക്ക് ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലിന് സ്വപ്ന സുരേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി നൽകിയ പരാതി, അതായത് ആ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു, അതായത് മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ MV ഗോവിന്ദൻ അടക്കമുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ള CPMകാർ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് സ്വപ്ന സുരേഷിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതായത് MV ഗോവിന്ദന് വേണ്ടി ഈ വിജേഷ് പിള്ള തന്നെ സമീപിക്കുകയും 30 കോടി രൂപ നൽകാമെന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ പിൻവലിക്കണമെന്നും പറയുകയും ചെയ്തെന്ന് സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിനെതിരെയാണ് ഇപ്പോൾ ഏരിയ സെക്രട്ടറി ഒരു പരാതി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള പരാതി നൽകിയത്. ഇതിനെതിരെ തന്നെ MV ഗോവിന്ദനും കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. മാത്രമല്ല രണ്ടുപേർക്കെതിരെയും, വിജേഷിനെതിരെയും അതുപോലെ തന്നെ സ്വപ്ന സുരേഷിനെതിരെയും ഒരു മാനനഷ്ട കേസും ഇവർ നൽകുകയുണ്ടായി. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ പുതിയതായി ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി കണ്ണൂരിലേക്ക് അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. ശരി, MV ഗോവിന്ദനെതിരായ ഗൂഢാലോചന കേസിൽ സ്വപ്ന സുരേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. അർജുൻ PS ആണ് വിശദാംശങ്ങൾ നൽകിയത്.